എടാ മനുവേ, ഇങ്ങോട്ട് വാടാ. എടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. എടാ എന്നുണ്ടോ വിശേഷമൊക്കെ? ഇരിക്കടാ. നീ പാലക്കാട് നിന്ന് എപ്പോൾ വന്നടാ? ഇന്നലെ വന്നച്ചായ. എടാ നിങ്ങളുടെ മെഡിക്കൽ കോളേജിന്റെ സമരമൊക്കെ എന്തായടാ? വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ വന്ന് ചർച്ച ചെയ്തുകൊണ്ട് സമരമൊക്കെ നിർത്തി. ഇങ്ങനെ സമരിച്ചുകൊണ്ടൊന്നും വലിയ കാര്യമില്ലടാ. 10 വർഷങ്ങൾക്ക് മുമ്പേ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ട് നിർമ്മിച്ചതാണ് പാലക്കാട് യാക്കരയിലെ മെഡിക്കൽ കോളേജ്. ഞങ്ങളുടെ കോളേജ് ഇപ്പോഴും മാതൃക തന്നെയാണ് ചായ. അല്ലെന്ന് ആര് പറഞ്ഞടാ? പട്ടികജാതിക്കാർക്കിടയിൽ നിന്നും കൂടുതൽ ഡോക്ടർമാരെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചിട്ട് തുടങ്ങിയതാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. അത് നല്ലൊരു കാര്യമായിരുന്നല്ലോ ചായ. ആണല്ലോ. അതുകൊണ്ടാണല്ലോ പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ചിട്ട് കോളേജ് നിർമ്മിക്കാൻ തന്നെ തീരുമാനിച്ചത്. 2012 ബഡ്ജറ്റിൽ 50 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ആഹാ, അത് സർക്കാരിന്റെ ഭാഗത്ത് നല്ലൊരു തുടക്കമായിരുന്നല്ലോ ചായ. മെഡിക്കൽ കോളേജ് തുടങ്ങണമെന്നുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ തീരുമാനപ്രകാരമാണ് പാലക്കാട് യാക്കരയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തന്നെ തീരുമാനിച്ചത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അച്ചായ കോളേജിന് എന്തൊക്കെയോ പ്രശ്നങ്ങളോ. എടാ, ഈ സ്ഥാപനം ഇപ്പം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാരും ഭരണസമിതിയും കരാറുകാരും എല്ലാം ഉത്തരവാദിക്കണം. എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാക്കാമെന്ന മന്ത്രി വാക്ക് പറഞ്ഞത്. ശരിയാക്കിയേ കൊള്ളാം. ഒന്നാമത്, കെട്ടിടങ്ങളൊക്കെ കംപ്ലീറ്റ് പണിയുന്നതിന് മുമ്പേ തന്നെ ജില്ലാ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് MBBS കോഴ്സ് തുടങ്ങിയതന്നെ മണ്ടത്തരമല്ലേ? അങ്ങനെ പറയാൻ പറ്റും. എന്നെ പറ്റാഴിക. മെഡിക്കൽ കോളേജിൽ MBBS കോഴ്സ് പഠിക്കേണ്ട കുട്ടികൾ ജില്ലാ ആശുപത്രിയെ ആശ്രയിച്ചിട്ട് MBBS കോഴ്സ് പഠിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. ഇല്ല കൊച്ചു പാപ്പ, ദേശീയപാതയോർത്തെ കോളേജിന് വേണ്ടി വലിയ കെട്ടിടങ്ങളാണ് നിർമ്മിക്കണത്. ഫസ്റ്റ് നിർമ്മാണം പൂർത്തിയാകാത്തതിൻ്റെ പേരിൽ പല കെട്ടിടങ്ങളും പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെ മെഡിക്കൽ കോളേജിന് കൈമാറിയിട്ടേയില്ല. ഹേയ് അച്ചായന് അത് പറയണ്ട. 100 പേർക്കുള്ള സൗകര്യം കഴിഞ്ഞ മാർച്ചിലെ ഉദ്ഘാടനം ചെയ്തു കൊടുത്തു. അതാണ് കണ്ണിൽ പൊടിയിടുക എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു തട്ടിപ്പ്, അത്രേ ഉള്ളൂ. എങ്ങനെയാണെങ്കിലും വൻകിട ആശുപത്രികളിൽ കാണുന്ന ഓപ്പറേഷൻ മുറികളാണ് ഇവിടെ പണിയുന്നത്. ആദ്യം ഓപ്പറേഷൻ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കട്ടെ, എന്നിട്ട് പണഞ്ഞാൽ മതി. എന്നാ ഇനി അച്ചായൻ തന്നെ പറ, യാക്കര മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴുള്ള ദുരാവസ്ഥ പരിഹരിക്കാൻ എന്താണ് ഒരു മാർഗം? എന്നാൽ ഞാൻ പറയാം. കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കണം, പിന്നെ എല്ലാ സെക്ഷനുകളും റെഡിയാക്കണം, എത്രയും പെട്ടെന്ന് സ്ഥിരമായിട്ടുള്ള അധ്യാപകരെ നിയമിക്കണം. അതുവരെ മറ്റു വകുപ്പുകളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ അധ്യാപന സേവനം ഉറപ്പുവരുത്തണം. മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണണം. അല്ലെങ്കിൽ യാക്കര മെഡിക്കൽ കോളേജിൻ്റെ ലൈസൻസ് റദ്ദാക്കുമെന്നുള്ള നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ മുന്നറിയിപ്പ് മറക്കണ്ട.